അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടോ നിർബന്ധമാണെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടിയോ റമളാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുൻ കഴിഞ്ഞ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കും. കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനഃപൂർവ്വം നോമ്പ് ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഞാൻ ഒരിക്കൽ ഉറക്കത്തിലായിരിക്കുമ്പോൾ സ്വപ്നത്തിൽ രണ്ടാളുകൾ വന്ന് എൻ്റെ തോളിൽ പിടിച്ചെന്നെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ചെളിയും ദുർഘടവും നിറഞ്ഞ ഒരു മലയുടെ അരികിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അതിൽ കയറാൻ എന്നോട് പറഞ്ഞു. അതിന് സാധിക്കില്ലെന്ന് ഞാൻ പറഞ്ഞു. ആ സമയത്ത് അവർ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ താങ്കൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിന് മുകളിലേക്ക് കയറി. അവിടെ എത്തിയപ്പോൾ ഘോരമായ ചില ശബ്ദങ്ങൾ കേൾക്കുകയാണ്. അപ്പൊ അവർ പറയുകയാണ്, അത് നരകവാസികളുടെ നിലവിളിയാണ്. വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ചങ്ങലയിൽ ബന്ധിതരായ ചില ആളുകളെ കണ്ടു. അവരുടെ ചുണ്ട് മുറിക്കപ്പെട്ട് അതിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരാണ് ഈ കൂട്ടർ? അപ്പൊ അവിടെ നിന്ന് പറയുകയാണ്, നോമ്പ് നിശ്ചയിക്കപ്പെട്ട സമയത്തിന് മുമ്പേ നോമ്പ് മുറിക്കപ്പെട്ട വിഭാഗമാണിവർ.